ഹൈ ഫ്രണ്ട്സ്, സ്വിഗ്ഗിയുടെ IPO അടുത്ത് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 1.2 ബില്യൺ IPOക്കുള്ള ഒരു ഷെയർ ഹോൾഡേഴ്സിന് അപ്രൂവൽ അവർ ലഭിച്ചിട്ടുണ്ട്. റുപ്പീസിലെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 10,000 കോടിയിലധികം വരുന്ന ഒരു IPO ആയിരിക്കും. ഇതിൽ തന്നെ 3,750 കോടി ഫ്രഷ് ഇഷ്യൂ ആയിരിക്കും. അതുകൂടാതെ 6,664 കോടിയുടെ ഓഫർ ഫോർ സെയിൽ ആയിരിക്കും. പിന്നെ IPO മുമ്പ് IPO റൗണ്ടിൽ 750 കോടിയാണ് അവർ ആങ്കർ ഇൻവെസ്റ്റേഴ്സിനെ റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ കമ്പനിയുടെ മെയിൻ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ഡച്ച് ബേസ് ആയിട്ടുള്ള പ്രോസസ്സാണ് അവരുടെ മെയിൻ ഇൻവെസ്റ്റർ. 33% അവരുടെ കയ്യിലാണ്. പിന്നെ സോഫ്റ്റ് ബാങ്ക് അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് ബാക്കി ഷെയർ ഹോൾഡിങ്സ് ഉള്ളത്. നമ്മൾ സൊമാറ്റോയുടെ മൂവ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കണ്ടാണ്. IPO ഷെയർ താഴോട്ട് പോയിരുന്നെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലാണ് അവർ ആ സ്റ്റോക്ക് തിരിച്ചു കയറിയിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ബിസിനസ്സിൽ വന്ന മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ സൊമാറ്റോയുടെ ഫുഡ് ഡെലിവറി ബിസിനസ്സിനെക്കാളും സ്പീഡിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻ്റ് ആണ്. അതായത് ബ്ലിങ്കിറ്റ് എന്നുള്ള പേരിൽ. അത്രത്തോളം വലുതല്ലെങ്കിലും സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് എന്നുള്ള ബിസിനസ്സും നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ IPO ഇതുവരെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കൂടുതൽ